നമ്മുടെ ശ്രദ്ധ കപൂർ ഉൾപ്പെടെയുള്ള നടിമാരെ ഒരു ഡ്രഗ് കേസുമായിട്ട് ബന്ധപ്പെട്ട് സുശാന്ത് സിംഗ് രജപൂത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ബോളിവുഡിനെ അതിനകത്തിന് ഫിലിം ഇൻഡസ്ട്രീനെ മൊത്തം ബാധിച്ച ഒരു ഡ്രഗ് യൂസ് കേസുണ്ട്. അതിനകത്ത് നമ്മുടെ നിക്കി ഗൽറാണിയുടെ ചേച്ചീനെ പോലീസുകാർ ചോദ്യം ചെയ്യാനായിട്ടും ഇതണക്കിന് ടെസ്റ്റ് എടുക്കാനും ശ്രമിക്കുന്നതിനിടയ്ക്ക് അവരവരുടെ യൂറിനകത്ത് വെള്ളം കലർത്തി അന്ന് ആ ടെസ്റ്റ് റിസൾട്ട് മാനിപ്പുലേറ്റ് ചെയ്യാണ്ട് നോക്കിയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അവർക്കെതിരെ ഒരു കേസും കൂടി ചാർജ് ചെയ്തിട്ടുണ്ട്. തൊപ്പിയുടെ കാര്യം തന്നെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. തൊപ്പി എന്ന് പറയുന്ന ആൾക്ക് നല്ല രീതിക്ക് ക്യാഷ് ഉണ്ട്, പണമുണ്ട്. ഈ സ്ഥാനത്ത് നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും അക്ഷയോ അഖിലോ ഏതെങ്കിലും ഒരു സാധാരണക്കാരനോ ആണെങ്കിലോ അവനിപ്പോൾ അകത്ത് കിടക്കും. ഒരുത്തൻ വീട്ടിൽ പഞ്ഞിമരം വെച്ചിട്ട് അതിൻ്റെ മുന്നിൽ നിന്ന് റീൽ ചെയ്തപ്പോൾ അവൻ്റെ വീട്ടിൽ തപ്പിത്തിരക്കി പോയ പോലീസാണ്. എന്നിട്ടാണ് ഒരു ലൈവിനകത്ത് പബ്ലിക്കായിട്ട് ഈ സാധനങ്ങളെല്ലാം എടുത്തു വെച്ച് കാണിച്ചിട്ട് നമ്മുടെ കേരള പോലീസ് ഒരു നടപടി സ്വീകരിക്കാതിരിക്കുന്നത്. കഷ്ടം തന്നെ പിള്ളേച്ച. ഇതിനും വേറെ ഇത് ചെയ്യുന്നതായിരിക്കും. ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സജനാനൂർ, ഫിറോസ് ഖാൻ, റസൂൽ പൂക്കുട്ടി ഈ ഒരു യൂണിവേഴ്സിലേക്ക് പുതിയൊരു താരം കൂടി എൻ്റർ ആയിരിക്കുകയാണ്. മറ്റാരുമല്ല, ദിയാസനയാണ്. കഴിഞ്ഞ ദിവസം മറുനാടൻ മലയാളി എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ചാനലിൽ സജനാനൂർ ഒരു ഇന്റർവ്യൂ നൽകിയിരുന്നു. ഈ ഒരു ഇന്റർവ്യൂവിനകത്ത് പ്രധാനമായിട്ടും റസൂൽ പൂക്കുട്ടി, ഫിറോസ് ഖാൻ, സജന ഇവർ തമ്മിലുള്ള ഇഷ്യൂവിനെ കുറിച്ചായിരുന്നു സംസാരിച്ചിരുന്നതെങ്കിൽ പോലും ആ ഒരു ഇന്റർവ്യൂവിന്റെ പ്രധാന ഭാഗത്ത് ദിയാസന എന്ന് പറയുന്ന മുൻ ബിഗ് ബോസ് താരം സജനാനൂറിന്റെ ഫ്ളാറ്റിലേക്ക് എത്തുകയും അവിടെ വെച്ച് MDMA ഉപയോഗിക്കുകയും ചെയ്തു. അതേപോലെ തന്നെ MDMA ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് തന്നെ നിർബന്ധിക്കുകയും ചെയ്തു എന്ന തരത്തിലുള്ള ഒരു ഗുരുതര ആരോപണം ഈ പറയുന്ന സജനാനൂർ ദിയാസനയ്ക്കെതിരെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷനുമായിട്ട് ഇന്ന് ദിയാസന വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് സജനാനൂർ പറഞ്ഞിരിക്കുന്ന വ്യാജമാണ്. അതുകൂടാതെ ഈ ഒരു വ്യാജ സ്റ്റേറ്റ്മെന്റ് നൽകിയതിന്റെ പേരിൽ ദിയാസന സജനാനൂറിനെതിരെ പോലീസിൽ കംപ്ലൈന്റ് നൽകിയിട്ടുണ്ട്. അതുകൂടാതെ മാനനഷ്ടത്തിന് കേസും ഫയൽ ചെയ്തിട്ടുണ്ട് എന്ന തരത്തിലുള്ള ഒരു വീഡിയോ അവർ പോസ്റ്റ് ചെയ്തിരുന്നു. നമുക്ക് ആ വീഡിയോയുടെ പ്രസക്ത ഭാഗങ്ങളൊന്ന് കണ്ടു നോക്കാം. ഹലോ എവ്രിവൺ, ഒരുപാട് മെസ്സേജുകൾ വരുന്നത് കൊണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. എനിക്ക് എല്ലാവർക്കും റെസ്പോണ്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. ഇന്നലെ മറുനാടൻ മലയാളി ചാനലിനകത്ത് സജനാനൂർ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 2 മണിക്കൂർ വരുന്ന ഒരു ഇന്റർവ്യൂ ആണ്. അതിനകത്ത് മുഴുനീളൻ അവരും ഫിറോസും റസൂൽ പൂക്കുറ്റി ആയിട്ടുള്ള വിഷയങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ എന്നെ പറ്റിയിട്ട് ഒരു അലിഗേഷൻ വന്നു. ഞാൻ MDMA കൊടുത്തു, MDMA ഉപയോഗിച്ചു, അതുപോലെ ഞാൻ MDMA കാരിയർ ആണ്, അവർക്ക് MDMA തിന്നാൻ കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിരിക്കുന്നത്. അപ്പം മറുനാടൻ മലയാളി ചാനൽ എനിക്കെതിരെ നിൽക്കുന്ന ഒരു ചാനലാണ്. പണ്ട് മുതലേ അവർക്ക് ഇതിൻ്റെ അടുത്തൊരു പ്രശ്നമുണ്ട്. അപ്പം ഞാൻ അയാൾക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്, ഷാജൻ സ്കറിയക്കെതിരെ. സ്വാഭാവികമായിട്ടും അതിന്റെയൊക്കെ നല്ല രീതിയിലുള്ള പ്രശ്നം ആ ചാനലിന് എൻ്റെ അടുത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മുഴുനീളൻ വീഡിയോയിലെ ഒരു പോയിന്റായ ഞാൻ MDMA ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് ഒരു തംബ്നെയിലൊക്കെ വെച്ചിട്ടാണ് ഈ വീഡിയോ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇന്നലെ രാത്രി തന്നെ ഞാൻ പോയി മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. ഞാനിപ്പം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഞാൻ പരാതി എടുത്തു. അപ്പൊ ഡീഫമേഷൻ സ്യൂട്ട് ഫയൽ ചെയ്തു. അപ്പൊ അതിന്റെയൊക്കെ കുറച്ച് തിരക്കുകളിലാണ് ഞാനിങ്ങനെ നിൽക്കുന്നത്. അപ്പം ഞാൻ എന്തായാലും വിശദമായിട്ടുള്ള വിവരം തരും. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. എസ്പെഷ്യലി എനിക്ക് റസൂൽ പൂക്കുറ്റി അതുപോലെ സജന ഇവരെ രണ്ടുപേരെയും ബന്ധപ്പെടുത്തുന്ന തരത്തിലുള്ള കാര്യങ്ങൾ എനിക്ക് കൃത്യമായിട്ട് എനിക്ക് സംസാരിക്കേണ്ടതുണ്ട്. കാരണം അപ്പോൾ ഇതാണ് ദിയാസന വന്ന് ഇന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ കുറച്ച് ഭാഗങ്ങൾ. എന്നാലും ഡീഫർമേഷൻ കേസും മറ്റു കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് ഇതിനകത്ത് കോമഡി ആയിട്ട് തോന്നുന്നത് നമ്മുടെ കേരള പോലീസിന്റെ കാര്യമാണ്. ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞ് വലിയൊരു പദ്ധതി അങ്ങ് തുടങ്ങി. അതിന്റെ തുടക്കം എന്ന നിലയിൽ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ആദ്യം വെടിപൊട്ടിയത് തൊപ്പി ആൻഡ് ഗ്യാങ്ങിനെ കുറിച്ചായിരുന്നു. അവന്മാർ പരസ്യമായിട്ട് പല ലഹരി വസ്തുക്കളും അവന്മാരുടെ ലൈവിനകത്ത് ഉൾപ്പെടെ എടുത്തു വെച്ച് കാണിച്ചിട്ട് നമ്മുടെ കേരള പോലീസ് അറസ്റ്റ് ഉൾപ്പെടെ ഒരു നടപടിയിലേക്കും കടന്നിട്ടില്ല. നമ്മുടെ കോടതികൾ പോലും ഡിജിറ്റൽ എവിഡൻസിനെ തെളിവായിട്ട് സ്വീകരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇതൊന്നും തങ്ങൾക്ക് തെളിവായിട്ട് സ്വീകരിക്കാൻ പറ്റത്തില്ല. തങ്ങൾ ഇതിനകത്ത് വിശദമായിട്ടൊരു അന്വേഷണം നടത്താൻ പോവുകയാണെന്നാണ് കേരള പോലീസ് പറഞ്ഞിരിക്കുന്നത്. ഇനി എന്ത് എവിഡൻസ് ആണ് ഇവർക്ക് വേണ്ടതെന്ന് എനിക്കറിയത്തില്ല. അതേപോലെ തന്നെ അതിനുശേഷം വീണ്ടും സോഷ്യൽ മീഡിയയിൽ നമ്മുടെ ഇൻഫ്ലുവൻസർമാർ എന്നറിയപ്പെടുന്ന കുറേയധികം ആളുകൾ വന്ന് ഡ്രഗ്സിനെ കുറിച്ച് പറയുന്നതാണ് ഈ കഴിഞ്ഞ ദിവസം മറുനാടൻ മലയാളി പോലെ ഒരു ചാനലിനകത്ത് വന്നത്. അവിടെയും ഡ്രഗ്സിനെ കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, തെളിവ് സഹിതം. തെളിവായിട്ടാണ് അവർ പറഞ്ഞത്. ബൈ ബൈറ്റ് ഒരു വിഷയം നടന്നു കഴിഞ്ഞാൽ നമുക്ക് പോലീസിന്റെ ആക്ടിവിറ്റി ഷൂട്ട് ചെയ്ത് വെക്കാം. അങ്ങനെ ഷൂട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് തെളിവായിട്ട് നമുക്ക് കോടതിയിൽ പ്രസന്റ് ചെയ്യാം. അത് അവിടെ സ്വീകാര്യമാണ്. അങ്ങനെ ഉള്ളപ്പോൾ, അങ്ങനെ നിയമമുള്ള ഈ നാട്ടിൽ തൊപ്പി ഉൾപ്പെടെയുള്ള ആളുകൾ ലഹരി വസ്തുക്കൾ ലൈവായിട്ട് അവരുടെ യൂട്യൂബിലൂടെ കാണിച്ചിട്ടും ആ ഒരു തെളിവ് എവിഡൻസ് ആയിട്ട് സ്വീകരിക്കാനായിട്ട് നമ്മുടെ കേരള പോലീസ് തയ്യാറല്ല. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള ആളുകൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് ലഹരിയെക്കുറിച്ച് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ തൊപ്പി ഉൾപ്പെടെയുള്ള ആളുകളെ അറസ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് വീണ്ടും ഇത് ആവർത്തിക്കില്ലായിരുന്നു.
ഈ ആളുകളെ എല്ലാം തന്നെ തട്ടി തോളെ കയറ്റി കൊണ്ടുപോയിട്ട് കൃത്യമായ രീതിയിലുള്ള ടെസ്റ്റുകൾ എടുത്തു കഴിഞ്ഞാൽ ഇവരൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ഡ്രഗ്സ് അത് ഏതെല്ലാമാണെന്ന് കൃത്യമായിട്ട് പോലീസിന് മനസ്സിലാക്കാൻ പറ്റും. എന്തുകൊണ്ട് പോലീസ് അതിന് തയ്യാറാവുന്നില്ല? വെറുതെ രമേശ് ചെന്നിത്തല വന്നിട്ട് ഇന്ന് ഇത്ര പേരെ പിടിച്ചു എന്ന് പറയുന്നതല്ലാതെ ഇങ്ങനെ മെയിൻ ആയിട്ടുള്ള സുപ്രധാനമായിട്ടുള്ള ആളുകളെ ആരെയും തന്നെ നമ്മുടെ കേരള പോലീസ് തൊടാൻ തയ്യാറല്ല. എന്തായാലും ദിയാസനയ്ക്ക് മറുപടിയായിട്ട് നമ്മുടെ സജിന വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടു നോക്കാം. സജിനയുടെ കാര്യമായതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോ ഡൗൺലോഡ് ചെയ്ത് അന്നേരം എടുത്തു. പിന്നെ അതുകൂടാതെ ഇതിപ്പോൾ ഷൂട്ട് ചെയ്യാനും സജിന തന്നെയാണ് കാരണക്കാരി. അല്ലെങ്കിൽ നാളെ രാവിലെ സജിന വന്നിട്ട് പറയും എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ആരോ ഹാക്ക് ചെയ്തു, AI ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ച വീഡിയോ ആണിത്, ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സജിന നാളെ രാവിലെ വരും. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ പൊട്ടന്മാരായി പോകും. അതുകൊണ്ടാണ് ഞാനിത് ഇപ്പം തന്നെ ചെയ്യാമെന്ന് കരുതിയത്. എൻ്റെ ദിയാസന, നീ വന്ന് ഭയങ്കര പാവം പിടിച്ച കണക്ക് ഈ ദിയ ആരും കണ്ടിട്ടില്ല കേട്ടോ. അയ്യോ എന്തോ ഒരു സൗമ്യം. ദിയ എടുത്ത് ആരെങ്കിലും ചിപ്പോന്ന് പറഞ്ഞാൽ ദിയ കയറി പറയാൻ പോകുന്നത് അതിൻ്റെ ഇരട്ടി ചീത്തവിളിയായിട്ടായിരിക്കും ദിയാസന മീഡിയയിലാവട്ടെ ഏത് സോഷ്യൽ മീഡിയയിലാവട്ടെ അവൾ എവിടെ അങ്ങനെയാണ് പറയുന്നത്. അല്ലേ ദിയ? അപ്പം ദിയക്ക് എന്ത് പേടിയുണ്ടോ? എന്തോ മുഖത്തിനൊക്കെ ഭയങ്കര പേടി തോന്നിക്കുന്നല്ലോ. എടി, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. എന്നെക്കൊണ്ട് നശിപ്പിക്കാൻ വേണ്ടി പോയ ഒരു ദുബായിൽ ഒരുത്തുണ്ട്. ഞാൻ ആ വീഡിയോക്കകത്ത് പ്രത്യേകം എന്തോ ഭാഗ്യത്തിന് ആ സാധനം പറഞ്ഞിട്ടുമുണ്ട്. അത് കണ്ടിട്ട് ട്രിഗർ ചെയ്തിട്ട് അടുത്തൊരു വോയിസ് റെക്കോർഡ് വന്നിട്ടുണ്ട്. റോഷ്നി എന്ന് പറഞ്ഞിട്ട് ദുബായിലെ ഏറ്റവും നമ്പർ 1 റോഷ്നി. കാരണം എന്തായാലും ഞാൻ ഇത്രയൊന്നും അറിയില്ലേ. അപ്പൊ എന്നെ ഒന്ന് ഭയങ്കരമായിട്ട് റോഷ്നി നീ എന്നെ നശിപ്പിക്കാൻ നോക്കിയ നീയെ. സ്വന്തം മോളുടെ പ്രായമുള്ള ഒരു കുഞ്ഞിനെ നിനക്ക് പീഡിപ്പിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഈ മോനെ താൻ യൂസ് ചെയ്യും. ആ കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് നീ ഈ വീഡിയോ ഇട്ടായിരുന്നെങ്കിൽ നിന്നെ ഞാൻ സല്യൂട്ട് ചെയ്തേനെ. ഈ 2 കേസുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. തൊപ്പിയുടെ ആണെങ്കിലും ഈ സജ്നാനൂർ, ഫിറോസ് ഖാൻ, റസൂൽ പുക്കൂറ്റ് യൂണിവേഴ്സ് ആണെങ്കിലും ഈ 2 യൂണിവേഴ്സിനകത്ത് കുട്ടികൾ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ പേരുകൾ വരുന്നുണ്ട്. ഫിറോസ് ഖാന്റെ വിഷയത്തിൽ ഒരു 17കാരി വരുന്നുണ്ട്. അതാണ് തൊപ്പിയുടെ ഇതിനകത്തും പ്രായപൂർത്തിയാകാത്ത ആളുകൾ വരുന്നുണ്ട്. എന്നിട്ടൊന്നും യാതൊരു അന്വേഷണവുമില്ല. നല്ല സിസ്റ്റമാണ് നമ്മുടെ നാട്ടിലുള്ളത്. എന്നിട്ട് ചൈൽഡ് ലൈൻ, പോലീസ്, ശിശു സംരക്ഷണ സമിതി, അങ്ങനെ കുറേ എണ്ണം ഉണ്ട് നമ്മുടെയൊക്കെ നികുതിപ്പണം കൊണ്ട് തിന്നു കൊടുക്കുന്നത്. എന്തിനാണോ ആവോ? എന്നാലും ഇതിനകത്തെങ്കിലും നടപടി ഉണ്ടാവുമോ? അല്ലെങ്കിൽ നാളെ രാവിലെ രമേശ് ചെന്നിത്തല വന്നിട്ട് പെരുമ്പാവൂരിൽ ഇത്ര പേരെ പിടിച്ചു, കാസർഗോഡ് ഇത്ര പേരെ പിടിച്ചു, ചോറും കളത്തിൽ നിന്ന് ഇത്ര ഗ്രാം പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പതിവ് കലാപരിപാടി നടത്തുമോ? ഇതിനകത്തെങ്കിലും അന്വേഷണം നടത്തുമോ? ഇവരെ ആരെങ്കിലും ഒന്ന് വിളിപ്പിച്ച് ചോദ്യം ചെയ്യാനുള്ള സമ്മനസ് നമ്മുടെ കേരള പോലീസും കേരള ഗവൺമെൻറ്റും കാണിക്കൂ. ഇപ്പം ഞാൻ ഉള്ള സത്യം പറയാം, ഇവരെ ഇപ്പോൾ വിളിച്ച് ടെസ്റ്റ് എടുക്കാണ്ട് പോലീസ് തീരുമാനിക്കുകയാണെങ്കിൽ ഒരു 2 ആഴ്ചത്തേക്ക് നോട്ടീസ് കൊടുക്കും. ആ 2 ആഴ്ചക്കിടയിൽ ഇവരൊരു 3-4 ദിവസം ഇത് ഉപയോഗിക്കാതിരിക്കുമ്പോഴത്തേക്ക് ബ്ലഡിനകത്ത് ടെസ്റ്റ് ചെയ്താൽ കിട്ടത്തില്ല. പിന്നെ കിട്ടുന്നത് യൂറിൻ ടെസ്റ്റാണ്. യൂറിൻ ടെസ്റ്റിനകത്ത് കൃത്രിമത്വം കാണിക്കാൻ പറ്റും. കാരണം അതിനകത്ത് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ, യൂറിനകത്ത് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ യൂറിൻ്റെ ഹീറ്റ് കുറയും. അന്നേരത്തേക്ക് ഇവർ ഉപയോഗിച്ചിരിക്കുന്ന കണ്ടന്റ് അത് കിട്ടത്തില്ല. അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. ഈ ഒരു വിഷയത്തെക്കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്നത് നമ്മുടെ ശ്രദ്ധാ കപൂർ ഉൾപ്പെടെയുള്ള നടിമാരെ ഒരു ഡ്രഗ് കേസുമായിട്ട് ബന്ധപ്പെട്ട്, സുശാന്ത് സിംഗ് രജപൂത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ബോളിവുഡിനെ അതുകണക്കിന് ഫിലിം ഇൻഡസ്ട്രീനെ മൊത്തം ബാധിച്ച ഒരു ഡ്രഗ് യൂസ് കേസുണ്ട്. അതിനകത്ത് നമ്മുടെ നിക്കി ഗൽറാണിയുടെ ചേച്ചീനെ പോലീസുകാർ ചോദ്യം ചെയ്യാണ്ടും ഇതണക്കിന് ടെസ്റ്റ് എടുക്കാനും ശ്രമിക്കുന്നതിനിടയ്ക്ക് അവരവരുടെ യൂറിനകത്ത് വെള്ളം കലർത്തി അന്ന് ആ ടെസ്റ്റ് റിസൾട്ട് മാനിപ്പുലേറ്റ് ചെയ്യാണ്ട് നോക്കിയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അവർക്കെതിരെ ഒരു കേസും കൂടി ചാർജ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് കൃത്യമായിട്ട് അറിയാം, യൂറിൻ ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ എന്ത് ഡ്രഗ്സാണ് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത് കണ്ടെത്താൻ പറ്റും. പക്ഷേ പോലീസ് കൃത്യമായിട്ട് ഇപ്പോൾ തന്നെ ഇവരെ പൊക്കുവാണെങ്കിൽ ബ്ലഡ് ടെസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ നടത്തുമ്പോഴത്തേക്ക് കൃത്യം സാധനം കിട്ടും. പക്ഷെ അതിന് നമ്മുടെ കേരള പോലീസിന് തയ്യാറാവണം. കാരണം ഉന്നതർ വരുന്ന കേസുകളിലൊന്നും തന്നെ നമ്മുടെ കേരള പോലീസിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായിട്ടുള്ള നടപടി വരുത്തില്ല. ഇപ്പോൾ തൊപ്പിയുടെ കാര്യം തന്നെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. തൊപ്പി എന്ന് പറയുന്ന ആൾക്ക് നല്ല രീതിക്ക് ക്യാഷ് ഉണ്ട്, പണമുണ്ട്. ഈ സ്ഥാനത്ത് നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും അക്ഷയോ അഖിലോ ഏതെങ്കിലും ഒരു സാധാരണക്കാരനോ ആണെങ്കിലോ അവനിപ്പോൾ അകത്ത് കിടക്കും. ഒരുത്തൻ വീട്ടിൽ പഞ്ഞിമരം വെച്ചിട്ട് അതിൻ്റെ മുന്നിൽ നിന്ന് റീൽ ചെയ്തപ്പോൾ അവൻ്റെ വീട്ടിൽ തപ്പിത്തിരക്കി പോയ പോലീസാണ്. എന്നിട്ടാണ് ഒരു ലൈവിനകത്ത് പബ്ലിക്കായിട്ട് ഈ സാധനങ്ങളെല്ലാം എടുത്തു വെച്ച് കാണിച്ചിട്ട് നമ്മുടെ കേരള പോലീസ് ഒരു നടപടി സ്വീകരിക്കാതിരിക്കുന്നത്. കഷ്ടം തന്നെ പിള്ളേച്ച. ഇതിനും വേറെ ഇത് ചെയ്യുന്നതായിരിക്കും ഊരി വെച്ചിട്ട്. അപ്പോൾ ശരിയാണ്.